നല്ല കുലുക്കമാണല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മളിപ്പം പൂവൊക്കെ മേടിക്കാൻ പോവാം കേട്ടോ. ഞാനിത് ഉത്രാടത്തിൻ്റെ അന്നാണ് എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് അമ്മൂസിൻ്റെ പിറന്നാളൂടാണ് കേട്ടോ. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പിറന്നാളും ബർത്ത്ഡേയും എല്ലാം ഒരുമിച്ചാണ് വന്നേക്കുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് ആളുടെ പിറന്നാളും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ഓണത്തിന്. അപ്പോൾ ഒരു കേക്കും കൂടെ മേടിക്കാമെന്ന് വെച്ച് ഇരിക്കുക. സർപ്രൈസാണ്. അമ്മൂസ് അറിഞ്ഞിട്ടില്ല നമ്മൾ കേക്ക് മേടിക്കാൻ പോകുന്നത്. രാവിലെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. എല്ലാവർക്കും അറിയാമല്ലോ, ഹിന്ദുസൊക്കെ 2 ബർത്ത്ഡേ ഉണ്ട്. ഒന്ന് നാള് വരുന്ന വേറെ ദിവസമായിരിക്കും, ജനിച്ച ദിവസം വരുന്ന വേറെ ആയിരിക്കും ഡേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ 2 ബർത്ത്ഡേസ് ഉണ്ട്. അപ്പോൾ അമ്മൂസ് നാളെ തിരുവോണത്തിന് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കൈയോടെ കേക്കോടെ കട്ട് ചെയ്യാന്ന് വെച്ചാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മളിപ്പോൾ അടൂരാണ്. ഇപ്പോൾ പൂക്കളത്തിൻ്റെ പൂക്കളിടാനുള്ള സെറ്റപ്പ് ഡിസൈനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പൂവും മേടിക്കണം, അപ്പോൾ ആ കൂട്ടത്തിൽ കേക്കും മേടിക്കണം. നമ്മൾ പെട്ടെന്നൊരു കേക്ക് സെലക്ട് ചെയ്തു. ചെറിയൊരു കേക്കാണ് സെലക്ട് ചെയ്തത്. നട്ട്സൊക്കെ ഉള്ള കേട്ടോ, വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു കേക്കിന് സെലക്ട് ചെയ്തു. പെട്ടെന്ന് അവർ റെഡിയാക്കി സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് കോഫി കുടിക്കാൻ പോയി. അപ്പോൾ അതിനെല്ലാം റെഡിയായി ഞങ്ങളങ്ങ് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പൂ മേടിക്കാൻ പോവാണ്. പറഞ്ഞായിരുന്നു. കേക്കും കിട്ടി, കോഫിയും കുടിച്ചു. നമുക്ക് പൂ മേടിക്കാൻ പോവാം. ഞങ്ങൾ ഇന്നലെ ബെത്ലഹേം മൂവി കേട്ടോ. നല്ല അടിപൊളി മൂവിയാണ്. ഒരു അല്ലേ, ഒരു എന്താ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാൻ ഒരു രസം. അല്ലാതെ വലിയ ഫൈറ്റോ വലിയ ഒരു ബഹളമൊന്നും ഇല്ല. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയുന്ന പോലത്തെ ഒരു മൂവി. നല്ല രസമുണ്ട്, കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കാം, ഹാപ്പി ആയിട്ട് ഇരിക്കാം. അങ്ങനത്തെ ഒരു മൂവിയാണ്. അപ്പം അതിൻ്റെ പാട്ട് ഇപ്പോഴും തലേന്ന് പോയിട്ടില്ല. നമ്മൾ സൈഡിലൊരു പൂവിൻ്റെ ഒരു കട കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി ചോദിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ പണ്ടൊരു വ്ലോഗ് കേട്ടിട്ടുണ്ട്. അവിടെ ഈ നമ്മുടെ ആൻറ്റിക്കായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ ഈ കാർത്തികയ്ക്കൊക്കെ വെക്കാൻ പറ്റിയ വിളക്കും അങ്ങനത്തെ കുറേ ഉള്ള ഒരു കടയാണ്. പണ്ട് ഞാൻ ഈ കടയിലൊരു വ്ലോഗ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കടയുടെ മുമ്പിലാണ് കേട്ടോ ഈ പൂക്കച്ചവടക്കാരിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അങ്ങ് മേടിക്കാമെന്ന് വെച്ചു. അല്ല, ഇനി ഒരു 4 എണ്ണം കൂടി വരാനുണ്ട്. റോസ വേണമെന്നോ? കിട്ടിയോ? 4 എണ്ണം ആയല്ലോ. ആയി. നമുക്ക് പൂ കിട്ടി കേട്ടോ. അങ്ങനെ പൂക്കളാണ് നമ്മൾ ചെറിയ പൂക്കളെ ഇടുന്നുള്ളേ. നമ്മൾ അടൂർ ബൈപ്പാസിൻ്റെ അടുത്തുനിന്നാണ് വാങ്ങിച്ചത്. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ പറഞ്ഞ് മേടിക്കാമെന്ന് വെച്ചാൽ കിറ്റായിട്ട് മേടിച്ചില്ല. നമ്മൾ കിറ്റായിട്ട് മേടിച്ചാൽ വേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മേടിച്ചില്ല. 1 കിലോ അല്ല, 1/2 കിലോ ബന്ദിപ്പൂ അല്ലേ? 1/2 കിലോ ബന്ദിപ്പൂ, മഞ്ഞ, പിന്നെ ഓറഞ്ച്, പിന്നെ 1/4 കിലോ വീതം റോസ, പിന്നെ ഒരു ജമന്തി പോലെ തന്നെ ഇങ്ങനെ വലിയൊരു വെള്ള ടൈപ്പ് പൂവും മേടിച്ചു. നമുക്ക് എല്ലാവർക്കും പേടിയുള്ള വാടാമുല്ല മേടിച്ചിട്ടില്ല ഈ പ്രാവശ്യം. കാരണം അതാരും എടുക്കത്തില്ല. അവസാനം അത് എൻ്റെ തലയല്ലോ. വാടാമുല്ല പിശാൻ എല്ലാവർക്കും മടിയുണ്ട്. അത് നമ്മൾ എടുത്തിട്ടില്ല. ചെറിയൊരു പൂക്കളെ ഇടുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് പൂക്കളെ നമ്മൾ മേടിച്ചുള്ളൂ. അങ്ങനെ ലാസ്റ്റ് പൂക്കളവും കിട്ടി, കേക്കും കിട്ടി. നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേക്ക് കട്ട് ചെയ്യാം. ഈവനിങ് ആയപ്പം കണ്ണൻചേട്ടനും അമ്മയും കൂടെ പയ്യെ പൂക്കളൊക്കെ എടുത്ത് പിച്ച് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഓരോരുത്തർ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പൂക്കളെ ഉള്ളായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കുകയാണ്. നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ ടേബിളിൽ. അതൊക്കെ അമ്മൂമ്മ അച്ഛനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ പോയി അങ്ങ് വാങ്ങിച്ച കേട്ടോ. സർപ്രൈസായിട്ട് പോയോണ്ട് ആരും അറിഞ്ഞില്ല. കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്.
പിന്നെ ഞങ്ങൾ സർപ്രൈസായിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ വന്നപ്പോഴേ അമ്മ പറഞ്ഞു അമ്മൂനോട് കേക്കുണ്ട് കട്ട് ചെയ്യണമെന്നൊക്കെ. അങ്ങനെ സർപ്രൈസ് കുറച്ച് പൊളിഞ്ഞായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്യുവാണ്, കാരണം ചാനൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ക്യാൻഡിൽസൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പം ക്യാൻഡിൽ ഊതലെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി എന്താണെന്നൊന്നും. പക്ഷെ ഞങ്ങളങ്ങ് വാങ്ങിച്ചങ്ങ് വെച്ച് കേട്ടോ, എപ്പോഴും വെക്കുന്ന പോലെ അങ്ങ് വെച്ച്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉത്തരാദിന പരിപാടികളൊക്കെ. അപ്പോൾ അമ്മൂസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. ഞങ്ങളുടെ ഓണത്തിന് പൂക്കളമൊക്കെ ഇടുന്ന വ്ളോഗ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ, അടുത്ത പാർട്ട് ബൈ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ്.